ഭയപ്പെടേണ്ട. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഒരു നീലയാമിനിയിൽ ഒഴുകും നിലാവലയിൽ മന്ദം മന്ദം വീശും തെന്നൽ മാലാഖമാരൊത്തു പാടി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും പ്രായശ്ചിത്തത്തോടും കൂടി യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും സ്വീകരിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ചും യേശു നേടിയെടുത്ത രക്ഷയെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ 4 ദിവസങ്ങളിൽ 4 പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആദ്യത്തെ ദിവസം ലോകരക്ഷകനായ യേശുവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തെ ദിവസം മനുഷ്യരെ തേടുന്ന യേശുവിനെക്കുറിച്ചും, മൂന്നാമത്തെ ദിവസം മനുഷ്യരുടെ ഒപ്പമായിരിക്കുന്ന യേശുവിനെക്കുറിച്ചും, നാലാമത്തെ ദിവസം മനുഷ്യരെ ദൈവമക്കളാക്കി തീർക്കുന്ന യേശുവിനെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. ധ്യാനത്തിൻ്റെ 1-ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശു ലോകരക്ഷകനാണ്. ലോകരക്ഷകനായ യേശു ഈ ഭൂമിയിലേക്ക് വരുന്നു. അവൻ്റെ വരവനായി നാം കാത്തിരിക്കുന്നു. അവനെ സ്വീകരിക്കാനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ഈ ലോകത്തിലേക്ക് വന്നിട്ട് ഏതു വിധത്തിലാണ് യേശു ഈ ലോകത്തെ രക്ഷിച്ചത് എന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവം അദൃശ്യനാണ്, രൂപമില്ലാത്തവനാണ്, കാണപ്പെടാത്തവനാണ്. ഈ ദൈവത്തെ നാം എങ്ങനെ സ്നേഹിക്കും? കാണപ്പെടാത്തൊരു ദൈവത്തോട് നാം എങ്ങനെ സംസാരിക്കും? കാണപ്പെടാത്തൊരു ദൈവത്തെ നാം എങ്ങനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കും? യേശു ജനിക്കുന്നതിന് മുൻപ് മനുഷ്യവംശത്തെ മുഴുവൻ വിഷമിപ്പിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നത്. എനിക്ക് ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, ആശകളുണ്ട്, നിരാശകളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ഇവയെല്ലാം കാണപ്പെടാത്തൊരു ദൈവത്തോട് ഞാൻ എങ്ങനെ പങ്കുവയ്ക്കും? ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ അതേ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നു: പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ ഈ ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ഇതാണ് യേശു ചെയ്തത്. പിതാവുമായി ഗാഢബന്ധത്തിലായിരുന്ന യേശു, ദൈവം തന്നെയായിരുന്ന യേശു ഈ ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ യേശുവിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ തനിമ പ്രത്യേകമായിരുന്നു. ഒരു ശ്രേഷ്ഠത യേശുവിനുണ്ടായിരുന്നു. മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രത്യേകത, ഒരു ശ്രേഷ്ഠത. അതെന്തായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു വചനമായിരുന്നു, ഈ വചനം ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവത്തോടൊപ്പമായിരുന്നു എന്നതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്തോടൊപ്പമായിരുന്ന ഈ വചനമാണ്
പിന്നീട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ചു. മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് ഈ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തിൽ നിന്നാണ് യേശു വന്നത്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശു. ഇതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ പരിശ്രമിച്ച ദൈവിക പുരുഷന്മാർ ധാരാളമുണ്ടായിരുന്നു. ദൈവത്തെക്കുറിച്ച് സംസാരിച്ച ധാരാളം വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും മനുഷ്യരിൽ നിന്നുള്ളവരായിരുന്നു, ഈ മണ്ണിൽ നിന്നുള്ളവരായിരുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ഒരുവൻ മാത്രം, ദൈവത്തിൽ നിന്ന് വന്നവൻ ഒരുവൻ മാത്രം, യേശു ക്രിസ്തു. വിണ്ണിൽ നിന്ന് വന്നവൻ ഒരുവൻ മാത്രം, യേശു. ഇതായിരുന്നു യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുകൊണ്ട് തന്നെയാണ് യേശുവിനെ ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ ലോകരക്ഷകൻ എന്ന് വിളിക്കുന്നത്. മറ്റെല്ലാവരും ദൈവത്തെക്കുറിച്ച് ഈ ലോകത്ത് സംസാരിച്ച എല്ലാവരും മനുഷ്യരിൽ നിന്ന് വന്നവരായിരിക്കെ, ഈ മണ്ണിൽ നിന്ന് വന്നവരായിരിക്കെ, യേശു മാത്രം ദൈവത്തിൽ നിന്ന്, വിണ്ണിൽ നിന്ന് വന്നവനായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-29 വചനങ്ങളിൽ യേശു ഇക്കാര്യം വളരെ വ്യക്തമായി സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-29 വചനങ്ങൾ. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. യേശു പിതാവിൽ നിന്ന് വന്നവനാണ്, പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്, അയച്ചവൻ കൂടെയുള്ളവനാണ്. യേശുവിനോടൊപ്പം യേശുവിനെ അയച്ചവനായ പിതാവുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എൻ്റെ പിതാവിനാൽ അയക്കപ്പെട്ട ഞാൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നു, എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. ഇതാണ് മറ്റുള്ളവരിൽ നിന്നും യേശുവിനെ വ്യത്യസ്തനാക്കുന്ന ഘടകം. ഈ യേശു ഈ ലോകത്തിലേക്ക് വന്നിട്ട് എന്തു ചെയ്തു എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വചനം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ ഒന്നും സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് ചെയ്തു കാണുന്നതാണ് പുത്രൻ ചെയ്യുന്നത്. പിതാവ് ചെയ്യുന്നത് കാണുവാൻ പുത്രൻ എങ്ങനെ സാധിച്ചു? അവൻ പിതാവിനോടൊപ്പമായിരുന്നു, ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവം ചെയ്യുന്നത് കാണുവാൻ യേശുവിന് സാധിച്ചു. അതുകൊണ്ടാണ് ആ ദൈവത്തിന്റെ പണികൾ ലോകത്തിന് മുമ്പിൽ ചെയ്യുവാൻ യേശുവിന് സാധിച്ചത്. ഇത് ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിക്കും സാധിക്കുന്നതല്ല, മറ്റൊരാൾക്കും ലഭിക്കാത്ത ഒരു പ്രത്യേകമായ ശ്രേഷ്ഠത യേശുവിന് കൈവരുന്നത് ഇതുകൊണ്ടാണ്. അവൻ പിതാവിനോടൊപ്പമായിരുന്നു, പിതാവ് ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിതാവ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യുകയാണ് യേശു ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് സ്വമേധയാ ഒന്നും പറയുന്നില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ട കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ എൻ്റെ പിതാവ് എന്നിലായിരുന്നു കൊണ്ട് ചെയ്യുന്ന തൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് യേശു പിതാവിൻ്റെ പക്കൽ നിന്ന് വന്നു, പിതാവിനാൽ അയക്കപ്പെട്ടു, അയച്ചവനായ പിതാവിനോടുകൂടെ ജീവിക്കുന്നു, പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് കണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മാത്രം ജനങ്ങളെ പഠിപ്പിക്കുന്നു. ഈ വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങൾ ഇതെല്ലാമാണ്. പിതാവുമായി ഗാഢബന്ധം പുലർത്തിയിരുന്നു, പിതാവിനോടൊപ്പമായിരുന്നു, പിതാവിനാൽ അയക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ പിതാവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ യേശുവിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്, പിതാവ് എന്നോടൊപ്പമുണ്ട്, പിതാവ് എന്നിലായിരുന്നു കൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു,
പിതാവ് ചെയ്തു കാണുന്നതാണ് ഞാൻ ചെയ്യുന്നത്, പിതാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണുകയാണെങ്കിൽ ദൈവത്തെ കണ്ടിരിക്കുന്നു, പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യവുമായി ഈ വചനത്തെ നമുക്ക് താരതമ്യപ്പെടുത്താം. 1-ാം അധ്യായം 18-ാം വാക്യം എന്താണ് പറയുന്നത്? ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല എങ്കിലും യേശുവിനെ കാണുന്നവർ ദൈവത്തെ കാണുന്നു, യേശുവിനെ കാണുന്നവർ പിതാവിനെ കാണുന്നു. കാരണം അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നവനാണ്, പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, യേശു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ഇങ്ങനെ അദൃശ്യനായ ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു പ്രതിരൂപമേ ഉള്ളൂ, ഒരേ ഒരു മകനേ ഉള്ളൂ, ഒരേ ഒരു ദൈവകുമാരനേ ഉള്ളൂ. അവനാണ് ലോകരക്ഷകൻ, അവനാണ് ഏകരക്ഷകൻ, യേശു ക്രിസ്തു. ഇവനെക്കുറിച്ചാണ് വിശുദ്ധ പത്രോസ് ശ്ലീഹ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, യേശുവിൻ്റെ നാമം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം കേൾക്കുന്നു, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അവന്റെ നാമമാണ് രക്ഷ നൽകുന്ന നാമം. അവനാണ് ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്ത, ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകൈക കുമാരൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് വന്നവൻ, ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ മാത്രം ചെയ്യുന്നവൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. എന്നിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ പക്കലേക്ക് പോകാൻ സാധിക്കുകയില്ല, പിതാവിൻ്റെ പക്കലേക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ യേശുവിനെ കാണേണ്ടിയിരിക്കുന്നു. ദൈവത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ യേശുവിലൂടെ ദൈവത്തിലേക്ക് പോകാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അവനാണ് വഴിയും സത്യവും ജീവനുമായവൻ. അവനാണ് പിതാവിങ്കിലേക്കുള്ള വഴി. അവനാണ് പിതാവിങ്കിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നവൻ. അവനിലൂടെ അല്ലാതെ പിതാവിങ്കിലേക്ക് പോകുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് അവൻ ലോകരക്ഷകനാണ്. ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ മനുഷ്യനായി അവതരിച്ച ആ ദൈവകുമാരനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന അവസരത്തിൽ ഈ യേശുവിന്റെ പ്രത്യേകതയും ഈ യേശുവിന്റെ ശ്രേഷ്ഠതയും നാം മനസ്സിലാക്കണം. അവനെ പോലെ ഒരുവൻ ഈ ലോകത്തിലില്ല, അവനേക്കാൾ വലിയവൻ ഒരുവനും ഈ ലോകത്തിലുള്ള. ഈ ദിവസം, ഈ ക്ഷണം വരെ നാം വായിച്ച, നാം ധ്യാനിച്ച ഈ വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആ സത്യമാണ്. ദൈവത്തിൽ നിന്ന് വന്നവൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മാത്രം ജനത്തോട് പറയുന്നവൻ, ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ കണ്ട കാര്യങ്ങൾ മാത്രം ദൈവജനത്തിനു മുമ്പിൽ ചെയ്യുന്നവൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു തന്നെ ഇപ്രകാരം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. കാരണം വഴിയും സത്യവും ജീവനും ഞാനാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് യേശുവിനെ എത്തിച്ചത് എന്താണ്? പിതാവിനോടുള്ള ഗാഢമായ ബന്ധം. പിതാവിൽ നിന്ന് വരുന്നു, പിതാവ് ചെയ്ത കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, പിതാവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുന്നു. അതുകൊണ്ട് യേശുവിന് പറയാൻ സാധിച്ചു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. വീണ്ടും 9-ാമത്തെ വചനത്തിൽ യേശു പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം എന്താണ് കണ്ടത്? ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ ആ പിതാവായ ദൈവത്തോട് ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനായ ഈശോ ഈ ലോകത്തിന് പിതാവിന് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എങ്ങനെയാണ് ഈശോ പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്? തൻ്റെ വചനങ്ങളിലൂടെ, തൻ്റെ പ്രവർത്തികളിലൂടെ. പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് കണ്ട കാര്യങ്ങൾ ഈശോ ചെയ്തു, പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് കേട്ട കാര്യങ്ങൾ ഈശോ ജനത്തെ പഠിപ്പിച്ചു. അങ്ങനെ അദൃശ്യനായ, രൂപമില്ലാത്ത പിതാവിനെ കാണിച്ചു കൊടുക്കുവാൻ യേശുവിന് സാധിച്ചു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്,
എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ആരെങ്കിലും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവൻ യേശുവിനെ കാണണം. ആരെങ്കിലും ദൈവത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവൻ യേശുവിലൂടെ പോകണം. കാരണം ആ ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന വഴി, സത്യം, ജീവൻ യേശുവാണ്. യേശുവിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിങ്കിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. ആ യേശുവിനെ കാണുന്നവർ ദൈവത്തെ കാണുന്നു. ആ യേശുവിലൂടെ ചരിക്കുന്നവർ ദൈവത്തിങ്കിലെത്തുന്നു. ഇതുകൊണ്ടാണ് യേശു ഏകരക്ഷകനാണ് എന്ന്, ലോകരക്ഷകനാണ് എന്ന് നാം പറയുന്നതും പ്രഖ്യാപിക്കുന്നതും പ്രസംഗിക്കുന്നതും. ഈ യേശുവിനെ കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. യേശുവിനെ കുറിച്ചാണ് പൗലോസ്ലീഹ സംസാരിക്കുന്നത്. അവൻ ആരാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഈശോ. ആ യേശുവാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ആ വചനം മനുഷ്യരായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്തിന്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ഈശോ ഈ ലോകത്തിലേക്ക് വന്ന് ആ അദൃശ്യനായ ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇനി മുതൽ നാം ദൈവത്തെ കാണാൻ സാധിക്കില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പക്കലേക്ക് വഴി അറിയില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് സംസാരിക്കാൻ വഴികളില്ല എന്ന് നാം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്ത് ദൈവത്തിനൊരു രൂപമുണ്ട്. ഈ ലോകത്ത് ദൈവത്തിനൊരു നാമമുണ്ട്. ഈ ലോകത്ത് ദൈവത്തിങ്കിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്. ഈ രൂപമാണ് യേശു, ഈ നാമമാണ് യേശു, ഈ വഴിയാണ് യേശു. ഈ യേശുവിലൂടെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇവനാണ് ഈ ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തത്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഈ ഒരു വലിയ സത്യം നാം ഉറച്ചു വിശ്വസിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളോട് പറയണം, നിങ്ങൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ യേശുവിനെ കാണുക. ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ യേശുവിനോട് സംസാരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ യേശുവിനെ കേൾക്കുക. കാരണം യേശുവിനെ കേൾക്കുന്നവർ ദൈവത്തെ കേൾക്കുന്നു, യേശുവിനെ കാണുന്നവർ ദൈവത്തെ കാണുന്നു. അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ദൈവത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവനാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങളും ദൈവം ചെയ്ത കാര്യങ്ങളും മാത്രം ജനത്തെ അറിയിച്ചവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വളരെ ശക്തമായി പ്രഖ്യാപിച്ചത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമമോ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമം. ദൈവത്തിൽ നിന്ന് വന്നവൻ, ദൈവത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നവൻ, ദൈവത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നവൻ. ഈ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 21-ാം വചനം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കാരണം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 11-ാം വാക്യം. അതിനുശേഷം പത്രോസ് തുടരുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത. ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ലോകരക്ഷകനായ യേശുവിനെ കുറിച്ച് ഈ ക്രിസ്മസ് ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം നാം ധ്യാനിക്കുമ്പോൾ ഈ പ്രത്യേകത നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിക്കണം. ഈ ലോകത്തെ രക്ഷിക്കുവാനാണ് യേശു വന്നത്. ഈ ലോകത്തെ രക്ഷിക്കുവാൻ അവനെ എങ്ങനെ സാധിച്ചു? എന്തുകൊണ്ട് സാധിച്ചു? എന്തുകൊണ്ട് അവന് മാത്രം സാധിക്കുന്നു? കാരണങ്ങൾ നാം കണ്ടു. യേശു പിതാവിൽ നിന്ന് വന്നവനാണ്. പിതാവിൽ നിന്ന് യേശുവല്ലാതെ മറ്റൊരുവനും വന്നിട്ടില്ല. ദൈവത്തെക്കുറിച്ച് സംസാരിച്ച മറ്റുള്ളവരോ അവരെല്ലാവരും മണ്ണിൽ നിന്ന് വന്നവരാണ്. യേശു മാത്രമാണ് വിണ്ണിൽ നിന്ന് വന്നവൻ. ഇനി യേശു എന്താണ് ചെയ്തത്? ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി.
പിതാവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. പിതാവ് ചെയ്ത കാര്യങ്ങൾ ജനത്തിനു മുമ്പിൽ ചെയ്തു കാണിച്ചു. അങ്ങനെ യേശുവിനെ കാണുന്നവരെല്ലാം ദൈവത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ചവരായി. ഈ ക്രിസ്മസ് അവസരത്തിൽ ഏറ്റവും കൂടുതലായി നാം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തെ കാണണം. ദൈവത്തെ കാണണം, രക്ഷ അനുഭവിക്കണം. അങ്ങനെ ദൈവത്തെ കാണണമെങ്കിൽ നാം എന്ത് ചെയ്യണം? യേശുവിനെ കാണണം. രക്ഷ അനുഭവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അവൻ്റെ നാമം നാം വിളിച്ചപേക്ഷിക്കണം. രക്ഷ നൽകുന്ന യേശുവിൻ്റെ നാമം നാം വിളിച്ചപേക്ഷിക്കണം. ഇത് നാം മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ക്രിസ്മസിൻ്റെ സമയത്ത് മാലാഖമാർ അട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അട്ടിടയന്മാരോട് പറഞ്ഞു, ഇതാ എല്ലാ ജനത്തിനും സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാം. എല്ലാ ജനത്തിനും, ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനത്തിനോ മാത്രമല്ല ഈ വാർത്ത അറിയിക്കപ്പെട്ടത്, എല്ലാ ജനത്തിനും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതാണ് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഈ സദ്വാർത്ത ആർക്കുള്ളതാണ്? സകല ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. യേശു ജനിച്ചിട്ട് എത്ര വർഷങ്ങളായി? യേശു ജനിച്ചിട്ട് 2000-ലധികം വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഈ സദ്വാർത്ത, സകല ജനത്തിനുമായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയുടെ വാർത്ത, ഈ രക്ഷയുടെ സന്ദേശം ലോകം മുഴുവൻ കേട്ടോ? ഇനിയും കേട്ടിട്ടില്ല. ഈ സദ്വാർത്ത, ഈ സന്തോഷത്തിന്റെ വാർത്ത കേൾക്കാത്ത ധാരാളം ജനങ്ങൾ, ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ നമ്മുടെ ചുറ്റുമില്ലേ? അങ്ങനെയെങ്കിൽ ഈ സദ്വാർത്ത കേട്ടിട്ടുള്ള നാം ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ യേശു രക്ഷകനാണെന്ന് അറിഞ്ഞ് അവനെ സ്വീകരിക്കുകയും ആരാധിക്കുകയും മാത്രം ചെയ്താൽ പോരാ. രക്ഷ നൽകുന്ന ഈ സന്ദേശം, സന്തോഷത്തിന്റെ ഈ വലിയ വാർത്ത, ഈ സദ്വാർത്ത ഇനിയും കേട്ടിട്ടില്ലാത്ത ജനങ്ങളോട് പറയണം. അന്ന് മാലാഖമാർ പറഞ്ഞതുപോലെ ഇന്ന് നാം പറയണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു സദ്വാർത്ത, ഒരു സന്തോഷത്തിന്റെ വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് ഈ സന്തോഷത്തിന്റെ വാർത്ത? നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് 25 ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും അവസാനം ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് പള്ളിയിൽ പോയി പാട്ടും പാടി സുഖമായി ആഘോഷിച്ച് കഴിച്ചു കൂട്ടാനുള്ളതല്ല. ഈ രക്ഷകനായ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് നാം പറയണം. ഇവനാണ് ലോകരക്ഷകനെന്ന്, ഇവനാണ് ഈ ഭൂമിയെ രക്ഷിക്കാനായി ഭൂമിയിൽ അവതരിച്ച ദൈവകുമാരനെന്ന് മറ്റുള്ളവരോട് നാം പറയണം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നാം ഉറച്ചു പറയുമ്പോഴാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമാകുന്നത്. അല്ലെങ്കിൽ ഈ ക്രിസ്മസ് നമ്മുടെ വിരുന്നിനും ആഘോഷത്തിനും മാത്രമേ സഹായിക്കുകയുള്ളൂ. മാലാഖമാർ എന്ന് പാടിയതുപോലെ മറ്റുമുള്ളവരോട് നാം പറയണം, യേശുവിനെ അറിയാത്തവരോട് പറയണം, നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ഒരു വാർത്ത ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന് മാലാഖമാർ അന്നറിയിച്ചതുപോലെ ഇന്ന് നാം നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളോട് പറയണം, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവനാണ് യേശു. പിതാവിനെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ അവനെ കാണണം. ദൈവത്തെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ അവനെ കാണണം. ദൈവത്തിലേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ അവനിലൂടെ പോകണം. അവനിലൂടെ അല്ലാതെ ഒരുവനും ദൈവത്തിലെങ്കിലേക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം അവനാണ് വഴിയും സത്യവും ജീവനും. ഈ വഴിയും സത്യവും ജീവനുമായ യേശുവാണ് ലോകരക്ഷകനെന്ന് നമുക്ക് വിശ്വസിക്കാം, ഉറക്കെ പ്രഖ്യാപിക്കാം. ഈ സദ്വാർത്ത അറിയാത്ത ജനങ്ങളെ അറിയിക്കാം. പിതാവായ ദൈവത്തിൽ നിന്ന് വന്ന ഈശോ മിശിഹ, പിതാവായ ദൈവത്തിൽ നിന്ന് വന്ന ഒരേ ഒരുവൻ, ഈ ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്ത ലോകരക്ഷകൻ. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
അദൃശ്യനായിരുന്ന അരൂപിയായിരുന്ന ആ ദൈവത്തിൻ്റെ ദർശനം ലഭിക്കാതെ മനുഷ്യർ വേദനിച്ചു കഴിഞ്ഞിരുന്നു. അന്ധകാരത്തിലും പാപത്തിലും ജീവിച്ചിരുന്നു. പക്ഷേ യേശു ആ ജനത്തിന് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ഈ വലിയ സന്തോഷത്തിൽ നമുക്ക് പങ്കെടുക്കാം. ഈ സന്തോഷം, സകല ജനങ്ങൾക്കും സന്തോഷം കൊടുക്കുന്ന ഈ സദ്വാർത്ത മറ്റുള്ളവരെ നമുക്ക് അറിയിക്കാം. അങ്ങനെ ഈ ക്രിസ്മസ് അർത്ഥപൂർണമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ലോകരക്ഷകനായ യേശുവിനെ ആരാധിക്കുവാനും അവന് സ്തുതികൾ അർപ്പിക്കുവാനും നമ്മെ വീണ്ടെടുത്ത അവന് നന്ദി പറയുവാനുമായി തുടർന്ന് വരുന്ന ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. ലോകരക്ഷകനായ യേശുവിനെ ആരാധിക്കുന്ന ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ഹല്ലേലൂയ. തിരുവോസ്തയിൽ എഴുന്നള്ളിയിരിക്കുന്ന ലോകരക്ഷകനായ യേശുവിനെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരമവൈദ്യനായ യേശുവിനെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്നേഹസ്വരൂപനായ യേശുവിനെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ നമ്മുടെ മുമ്പിൽ ലോകരക്ഷകനായ യേശു. പിതാവിനോടൊപ്പം ആയിരുന്നവൻ, പിതാവിൽ നിന്നും പുറപ്പെട്ടവൻ, പിതാവിനാൽ അയക്കപ്പെട്ടവൻ ഇതാ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈ ലോകത്തെ രക്ഷിക്കുവാനും മനുഷ്യവംശത്തെ ദൈവത്തോട് വീണ്ടും യോജിപ്പിക്കുവാനുമായി ഈ ലോകത്തിലേക്ക് വന്ന ഏകൈക ദൈവകുമാരൻ, പിതാവുമായി ഗാഢബന്ധം പുലർത്തിയിരുന്ന, പിതാവിനോടൊപ്പമായിരുന്ന, മനുഷ്യനായി അവതരിച്ച ദൈവവചനം ഇതാ നമ്മുടെ മുൻപിൽ. ആ യേശുവിനെ നമുക്ക് ആരാധിക്കാം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തു എന്ന അത്ഭുത നാമം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ലോകരക്ഷകനായ യേശുവിനെ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുവാനായി ഈ തിരുവോസ്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ.
ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ 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 ഈശോയേ. അവിടുത്തെ ശക്തമായ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. അവിടുത്തെ ശക്തമായ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. രക്ഷ നൽകുന്ന നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. രക്ഷ നൽകുന്ന നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഈശോയേ ഈശോയേ ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി നമുക്ക് വിളിക്കാം. കണ്ണിനീരോട് നമുക്ക് വിളിച്ചപേക്ഷിക്കാം. രക്ഷ നൽകുന്ന അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാം. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. വിശ്വാസത്തോടെ നമുക്ക് വിളിക്കാം. ഈശോയെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഈ ലോകത്തിന്റെ മേൽ കരുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എന്റെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അങ്ങയുടെ രക്ഷ എനിക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷ നൽകുന്നവരുടെ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി നമുക്ക് വിളിച്ചപേക്ഷിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ഈശോയേ സൗഖ്യം നൽകണമേ. ഈശോയേ 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 സൗഖ്യം നൽകണമേ. ആ ആ ആ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നരുളി ചെയ്ത നമ്മുടെ പൊന്നുതമ്പുരാൻ ഇതാ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് നമുക്ക് അവിടുത്തെ നോക്കാം. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നു. ഈ വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ നോക്കാം. നമുക്കും പ്രകാശിതരാകാം. നമുക്കും പിതാവിനെ കാണാം. വിശ്വാസത്തോടുകൂടെ
ഈ തമ്പുരാനെ നോക്കുകയാണെങ്കിൽ സർവശക്തനായ ദൈവത്തെ നമുക്കിവിടെ കാണാം. പിതാവിനെ നമുക്കിവിടെ ദർശിക്കാം. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞ സ്നേഹസ്വരൂപനായ യേശു ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നു. തീക്ഷ്ണമായ വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്താം. അവിടുത്തെ ഒരു നോക്ക് കാണാം. വചനം മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, സ്വർഗത്തിൽ നിന്നും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ ഈ യേശുവാണ് ദൈവത്തെങ്കിലേക്കുള്ള വഴി. ഇവനിലൂടെയാണ് നാം ചരിക്കേണ്ടത്. ഇവനിലാണ് നാം രക്ഷ കണ്ടെത്തേണ്ടത്. ഇവനിലൂടെയാണ് നാം പിതാവായ ദൈവത്തിലേക്ക് യാത്രയാകേണ്ടത്. ഇവനാണ് വഴി, ഇവനാണ് സത്യം, ഇവനാണ് ജീവൻ. ഈ യേശുവിനെ സ്നേഹപൂർവം നമുക്ക് ആരാധിക്കാം. മനുഷ്യവർഗത്തോടുള്ള നിസ്സീമമായ സ്നേഹത്തെ പ്രതി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഈ ദൈവകുമാരനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുകയും തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്ത പിതാവിന്റെ വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. വിശ്വാസത്തോടെ യേശുവിന്റെ പക്കൽ നമുക്ക് അണയാം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നിത്യശിക്ഷയ്ക്ക് വിധേയനാകുന്നില്ല, മറിച്ച് നിത്യരക്ഷ സ്വന്തമാക്കുന്നു. യേശുവിന്റെ പിറവി തിരുനാളിനായി ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ അവിടുന്ന് നമുക്കായി നേടിയെടുത്ത ആ രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആ രക്ഷ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനുള്ള ഭാഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ തമ്പുരാനെ, അങ്ങാണ് വഴിയും സത്യവും ജീവനും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ പക്കലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങാണ് ലോകരക്ഷകനെന്ന് വിശ്വസിക്കുവാനും അങ്ങാണ് ലോകരക്ഷകനെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. സകല ജനങ്ങൾക്കും വലിയ സന്തോഷം നൽകുന്ന സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന് ദൈവദൂതന്മാർ ആട്ടിടയന്മാർ അറിയിച്ചതുപോലെ ലോകരക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ ദൈവിക പദ്ധതി മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുവാൻ, അങ്ങാണ് ഈ ലോകത്തെ രക്ഷിക്കുവാനായി മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ലോകരക്ഷകനെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിന്റെ രക്ഷകനായ മിശിഹായെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങാണ് രക്ഷകനെന്ന്, അങ്ങാണ് ഈ ലോകത്തിന്റെ വിമോചകനെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. യേശുവെ, അങ്ങയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവെ, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. രക്ഷകനും കർത്താവും നാഥനുമായ യേശുവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്താം.
രക്ഷകനും നാഥനും കർത്താവുമായ യേശുവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനും നിരാശയ്ക്ക് വിധേയപ്പെടുന്നില്ല. അവനെ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. അവനെ രക്ഷകനും നാഥനും കർത്താവുമായി നമുക്ക് ഏറ്റുപറയാം. അവനാണ് കർത്താവും രക്ഷകനും നാഥനുമെന്ന് ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ യേശുവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥവുമായ യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ മിശിഹായെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവും രക്ഷകനും നാഥനുമായ യേശുവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് വ്യാപരിക്കാം. നമുക്ക് രക്ഷ നൽകുന്ന കരങ്ങൾ അവൻ്റെ കരങ്ങളാണ്. നമ്മെ വഴി നടത്തുന്ന കരങ്ങൾ അവൻ്റെ കരങ്ങളാണ്. അവനാണ് നമ്മെ നയിക്കുന്നതും നമ്മെ പരിപാലിക്കുന്നതും. വലിയ വിശ്വാസത്തോടെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ യേശുവിനെ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഇടവകകളുടെയും സമൂഹത്തിൻ്റെയും നാഥനും രക്ഷകനും കർത്താവുമായി നമുക്ക് സ്വീകരിക്കാം. ഈ കർത്താവ് നമ്മുടെ കുടുംബത്തിൻ്റെ കർത്താവാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ കർത്താവാണ്. ഈ കർത്താവിനെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനായി ഈ യേശു വാഴണം. നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായി ഈ യേശു എന്നും വാഴണം. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൃപയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, നിങ്ങൾ 2 or 3 പേർ ഏക മനസ്സോടെ എന്നോട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ഞാൻ നൽകുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മോടൊപ്പം സന്നിഹിതനായിരിക്കുന്നു. നമ്മളുടെ കർത്താവും രക്ഷകനും നാഥനുമായ ഈശോ ദൈവ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോ ഇതാ നമ്മോടൊപ്പമായിരിക്കുന്നു. ആ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ആ സ്നേഹത്തിന്റെ സ്പർശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകരക്ഷകനായ യേശുവിനെ നമ്മുടെ രക്ഷകനായും നമ്മുടെ കുടുംബത്തിന്റെ രക്ഷകനായും നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, ആരാധന 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 യേശുനാഥ. ഹല്ലേലൂയ 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 യേശുനാഥ. ഹല്ലേലൂയ 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 യേശുനാഥ. ലോകരക്ഷകനായ യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.